എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. കാനഡയിൽ നിന്നുള്ള ഒരു അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. അത് വിദ്യാർത്ഥികൾക്ക് വളരെ വേദനിപ്പിക്കുന്നതും ഇന്ത്യൻ വിദ്യാർത്ഥികളെ വളരെയധികം ബാധിക്കുന്നതുമായിട്ടുള്ള ഒരു അറിയിപ്പ് തന്നെയാണ്. ഇന്ത്യ ഒഴികെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾക്ക് പ്രവേശനം നൽകാൻ സർവകലാശാലകളോട് നിർദ്ദേശിച്ചിരിക്കുകയാണ് കാനഡ. നിലവിൽ കാനഡയിൽ പുനഃപഠനത്തിനായുള്ള അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഏറ്റവും വലിയ സ്രോതസ്സായ ഇന്ത്യ ഒഴികെയുള്ള മറ്റു രാജ്യങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റിനുള്ള സാധ്യതകൾ വിപുലീകരിക്കാൻ സർവകലാശാലകളോടും കോളേജുകളോടും അഭ്യർത്ഥിച്ചിരിക്കുകയാണ് കാനഡ സർക്കാർ. വിദേശ വിദ്യാർത്ഥികൾ സമൂഹത്തിൽ വൈവിധ്യം വർദ്ധിപ്പിക്കുന്നതിനും വിദ്യാർത്ഥികൾക്കായി ഒരു രാജ്യത്തെ തന്നെ നിരന്തരം ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനുമുള്ള ഒരു പുതിയ തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ നിയമമാറ്റം. സർവകലാശാലകളും കോളേജുകളും ഒന്നോ രണ്ടോ ഉറവിട രാജ്യങ്ങളിലേക്ക് മാത്രം പോയി തിരിച്ചു വരികയാണെന്നും നമ്മൾക്ക് വേണ്ടത് വൈവിധ്യമാണെന്നും കാനഡയിലെ കുടിയേറ്റ അഭയാർത്ഥി പൗരത്വ മന്ത്രി മാർക്ക് മില്ലർ ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിൽ അടുത്തിടെ നടന്ന ഒരു ആശയവിനിമയത്തിൽ പറയുകയുണ്ടായി. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളെ സംഭാവന ചെയ്യുന്ന ഒരു പ്രധാന രാജ്യമായി ഇന്ത്യ അംഗീകരിച്ചുകൊണ്ട് സർവകലാശാലകൾ അവരുടെ റിക്രൂട്ട്മെന്റ് ശ്രമങ്ങളിൽ കൂടുതൽ സന്തുലിതമായ സമീപനം തേടണമെന്നും മില്ലർ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഏറ്റവും മികച്ചവരും മിടുക്കരുമല്ല എന്നല്ല ഇതിനർത്ഥം എന്നാണ് അദ്ദേഹം പറയുന്നത്. തീർച്ചയായും ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യ തന്നെയാണ്. കൂടുതൽ വിദ്യാർത്ഥികൾ ഇന്ത്യയിൽ നിന്ന് വരുമെന്ന് ആരും പ്രതീക്ഷിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ആഗോള പ്രതിഭ വൈവിധ്യത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് തന്നെയാണ് മന്ത്രി അറിയിച്ചിട്ടുള്ളത്. ഏറ്റെടുക്കലിന്റെ മൂല്യത്തിൽ കുറച്ചുകൂടി പരിശ്രമിക്കാനും കാനഡയിലേക്ക് കൊണ്ടുവരുന്ന പ്രതിഭകളിൽ കൂടുതൽ നിക്ഷേപിക്കാനും മില്ലർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കൂടുതൽ രാജ്യങ്ങളിലേക്ക് സർവകലാശാലകൾ തങ്ങളുടെ വ്യാപ്തി വികസിപ്പിക്കാനും അദ്ദേഹം അവരെ പ്രേരിപ്പിച്ചിട്ടുണ്ട്. ലോകമെമ്പാടുമുള്ള വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളെ ആകർഷിക്കുന്നതിനായി ലക്ഷ്യസ്ഥാനങ്ങൾ വ്യത്യസ്തമാക്കാനും തന്ത്രങ്ങൾ മാറ്റാനും സർവകലാശാലകളോടും കോളേജുകളോടും ആവശ്യപ്പെടുകയാണ് മന്ത്രി. കാനഡിയൻ വിദ്യാർത്ഥികൾ ജനസംഖ്യാ ശാസ്ത്രത്തിൽ ഇന്ത്യയുടെ തുടർച്ചയായ പങ്ക് തിരിച്ചറിഞ്ഞുകൊണ്ട് അവിടെ നിന്നുള്ള കുറച്ചു വിദ്യാർത്ഥികൾ എപ്പോഴും ഉണ്ടാകുമെന്ന് മില്ലർ അഭിപ്രായപ്പെടുന്നു. എണ്ണത്തേക്കാൾ ഗുണനിലവാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടതുണ്ടെന്നാണ് മന്ത്രിയുടെ അഭിപ്രായം. അന്താരാഷ്ട്ര വിദ്യാർത്ഥികളുടെ ഉറവിട രാജ്യങ്ങളെ വൈവിധ്യവൽക്കരിക്കുന്നതിനൊപ്പം വിദ്യാഭ്യാസത്തെ മികവിനുള്ള രാജ്യത്തിന്റെ പ്രശസ്തി നിലനിർത്തുന്നതിലായിരിക്കണം കാനഡ ശ്രദ്ധിക്കേണ്ടതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. കാനഡിയൻ ബ്രാൻഡ് മികവിലും ഗുണനിലവാരത്തിലും എണ്ണം കുറയ്ക്കുന്നതിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതുണ്ടെന്നും അദ്ദേഹം വരുത്തുകയുണ്ടായി. ട്രംപിൽ നിന്നും വിരുദ്ധമായ കുടിയേറ്റ നയം ഒരുപാട് കാനഡ അനുഭവിക്കുകയുണ്ടായി. ഡൊണാൾഡ് ട്രംപിന്റെ കീഴിലുള്ള US ഭരണകൂടത്തിന്റെ നിയമവിരുദ്ധ കുടിയേറ്റത്തെക്കുറിച്ചുള്ള അതേ നിലപാട് ഇമിഗ്രേഷൻ രംഗത്ത് കാനഡ സ്വീകരിക്കില്ലെന്ന് മില്ലർ വ്യക്തമാക്കി. അനധികൃത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണകൂടം ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യില്ല എന്നും മന്ത്രി വ്യക്തമാക്കി. എന്നിരുന്നാലും കാനഡയിൽ താമസിക്കാൻ നിയമപരമായ അവകാശമില്ലാത്ത വിദ്യാർത്ഥികൾ ബിരുദാനന്തര ബിരുദ വർക്ക് പെർമിറ്റുകളിലൂടെ കാലാവധി കഴിയുന്നവർ ഉൾപ്പെടെ രാജ്യം വിടേണ്ടി വരുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. നിങ്ങൾ ഇവിടെ നിയമവിരുദ്ധമായാണ് താമസിക്കുന്നതെങ്കിൽ താമസിക്കാൻ അവകാശമില്ലെങ്കിൽ നിങ്ങൾ രാജ്യം വിടണം, അല്ലെങ്കിൽ നിങ്ങളെ പുറത്താക്കും എന്നാണ് പുതിയ ഗവൺമെന്റ് അറിയിക്കുന്നത്. കാലാവധി കഴിയുന്ന ബിരുദാനന്തര ബിരുദ വർക്ക് പെർമിറ്റുകൾ ഉള്ള 10,000-കണക്കിന് അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് സ്ഥിരതാമസത്തേക്കോ മറ്റ് വിസ വിഭാഗങ്ങളിലേക്കോ മാറുന്നില്ലെങ്കിൽ അവരുടെ ഇമിഗ്രേഷൻ പദവി നഷ്ടപ്പെടുമെന്നതിനാൽ അവരെ സംബന്ധിച്ച് ഇത് പ്രത്യേകിച്ചും പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ്. കാനഡയുടെ പുതിയ നടപടികളിൽ ഒരു പരിധിവരെ ആളുകളുടെ പ്രതീക്ഷകൾ തകരുമെന്ന് മില്ലർ സമ്മതിച്ചു. സർക്കാരിനും ബാധിച്ച അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്കും ഇത് ഒരു ദുഷ്കരമായ യാത്രയാണെന്നും അദ്ദേഹം വിശേഷിപ്പിച്ചു. ഓട്ടോവെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടാണ് കാനഡ മന്ത്രി ഈ പ്രസ്താവന ഇറക്കിയിരിക്കുന്നത്. കാനഡയിലെ നിരവധി അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് ഇത് ഒരു വെല്ലുവിളി തന്നെ ആണെന്നാണ് അറിയുന്നത്. വിദ്യാർത്ഥികളുടെ നില തുടർച്ചയായി നിരീക്ഷണത്തിൽ തന്നെ ആയിരിക്കും. കാലാവധി കഴിയുന്ന PGWP പ്രശ്നത്തിൽ സർക്കാർ സജീവ നിരീക്ഷണത്തിലാണെന്ന് മില്ലറുടെ അഭിപ്രായങ്ങൾ അടിവരയിടുന്നു. സ്ഥിര താമസമോ ബദൽ വിസകളോ നേടാൻ കഴിയുന്നില്ലെങ്കിൽ നിരവധി വിദ്യാർത്ഥികൾ രാജ്യം വിടേണ്ടി വരുമെന്നും സാഹചര്യമാണ് ഇന്ന് കാനഡയിൽ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഒരുപാട് ഡിപ്പെൻഡ് ചെയ്യുന്ന കാനഡ
കാനഡ സർവകലാശാലകൾ ഇനി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കൂടി അവരുടെ വിദ്യാഭ്യാസ നിലവാരം വർദ്ധിപ്പിക്കുമ്പോൾ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കുറയ്ക്കണം എന്ന് തന്നെയാണ് മില്ലറുടെ പുതിയ ഈ അറിയിപ്പ് അല്ലെങ്കിൽ ഈ വിശേഷണം. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ വിദ്യാർത്ഥികളെ കൂടുതലായി ഒഴിവാക്കാനുള്ള സാഹചര്യം നിലവിൽ കണ്ടുവരുന്നു. വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇതുപോലെയുള്ള അപ്ഡേറ്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുവാനായി ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.